ഞാനിന്നേ നമ്മുടെ കൃഷിസ്ഥലമൊക്കെ എങ്ങനെയുണ്ടെന്ന് കുറച്ച് എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നൊന്ന് അതെല്ലാം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയിരിക്കുന്നതാണ്. നോക്കാം നമുക്ക്. നല്ല വെയിലാണ് കേട്ടോ. വരൂ. നമ്മൾ ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ ഏത്തവാഴയൊക്കെ വെച്ച് കൊടുത്തിട്ട്. കണ്ടോ, അതൊക്കെ ഒരുവിധം പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അത് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഏത്തവാഴയ്ക്ക് ഏറ്റവും വേണ്ടത് നനയാണ്. അതായത് ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ വളം ചെയ്ത് കൊടുത്താൽ മതി. ചാമ്പ ഞാൻ ഇന്നാൾ പറഞ്ഞു, ഞാൻ ചാമ്പയ്ക്ക വെച്ചിട്ടൊരു അച്ചാറുണ്ടാക്കി കാണിച്ചിരുന്നു, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ചാമ്പയുടെ ഇത് എടുക്കാൻ മറന്നുപോയി. അതിന് മുന്നേ പറിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. പിന്നെയും അതിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട് ചാമ്പയ്ക്ക. നമ്മൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള വളപ്രയോഗമൊക്കെ ചെയ്തു കൊടുത്താൽ മാത്രമേ നന്നായിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഓരോ പ്രാണിയൊക്കെ വന്ന് ആക്രമിച്ചൊക്കെ നശിപ്പിച്ച് കളയും. ഇത് കണ്ടില്ലേ? ഇപ്പം തക്കാളി, വെണ്ട, വഴുതന ഒക്കെ, പച്ചമുളക്, ഇത്രയൊക്കെ ഇവിടെ ധാരാളം ഉണ്ട്. ഇതൊക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് വിത്തായിട്ടും ചെടിയായിട്ടും പച്ചക്കറിയുടെ ചെടിയായിട്ടും ഒക്കെ തരുന്നതാണ്. വളവും അവർ തരാറുണ്ട്. അതൊക്കെ നമുക്ക് കൃത്യമായിട്ടൊക്കെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വാഴ നമുക്ക് പല വെറൈറ്റി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പൂവനും പിന്നെ ഞാലിപ്പൂവൻ, ഏത്തവാഴ. കണ്ട, ഏത്തവാഴ ഇവിടെ കുലച്ച് നിൽക്കുന്നുണ്ട്. 2-3 എണ്ണം കുലച്ചിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ ചെടിയിൽ ഒരു പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ചെറുതായിട്ട് വന്നിട്ടേ ഉള്ളൂ. ഇനിയും കുറച്ച് സമയം കൂടി എടുക്കും ഇത് നല്ലതുപോലെ വലുതായി നല്ല റൈപ്പായിട്ട് കിട്ടാനായിട്ട്. ഇത് നമ്മുടെ മാങ്ങ ഉണ്ടായി കിടക്കണുണ്ടോ? ചെറിയ മാങ്ങയാണ്. ഇത് അൽഫോൺസ മാവാണ്. ചെറിയൊരു കുറ്റി ചെടിയായിട്ടാണ് തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ കായ്ച്ചു. പക്ഷേ ഇത് 1-2 മാങ്ങയൊക്കെ ഉണ്ടാവാറുള്ളൂ. നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. ഇപ്പോഴും അത് പൂത്തോണ്ടിരിക്കുന്നുണ്ട്. അവിടെ 1-2 മാങ്ങയും ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് പൂവനാണ്. പൂവൻ കുലച്ച് പാകമായിട്ടില്ല. കുറച്ചും കൂടെ സമയമെടുക്കും. 1 മാസത്തോളമൊക്കെ ഇനി എടുക്കുമായിരിക്കും നല്ലതുപോലെ മൂത്ത് വരാനായിട്ട്. കപ്പ നമ്മൾ നേരത്തെ പറിച്ചത് ഞാൻ കാണിച്ചിരുന്നില്ലേ? അവിടെ തന്നെ വീണ്ടും നമ്മൾ കപ്പ ചെറിയ ഇതായിട്ട് നട്ടു. അപ്പോൾ അത് പൊടിച്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മൂവാണ്ടൻ മാവ്. കുറച്ചുണ്ടായിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഉണ്ടായ പോലെ ഇത്തവണ ഉണ്ടായിട്ടില്ല. മാങ്ങ കുറവാണ്, വളരെ കുറവാണ്. രണ്ട് റംബൂട്ടാൻ്റെ മരമുണ്ട് നമുക്ക്. അതിൽ ഒന്ന് മഞ്ഞയും ഒന്ന് റെഡുമാണ്. ഈ മഞ്ഞയാണ് ഈ പൂത്ത് നിൽക്കുന്നത്. ഞങ്ങളതിൻ്റെ താഴത്തെ കമ്പെല്ലാം വെട്ടിക്കളഞ്ഞു. കാരണം ഈ വെയിൽ കിട്ടാതെ ഭയങ്കര പ്രശ്നമുണ്ട്. അതുകൊണ്ട് കണ്ടില്ലേ ചാമ്പയ്ക്ക ഉണ്ടായി കിടക്കുന്നത്? കുറേ പറിച്ചതാണ്, വീണ്ടും ഉണ്ടായിട്ടുണ്ട്. നല്ല പുളിയാണ് കേട്ടോ. പിക്കിൾ ഉണ്ടാക്കാൻ ബെസ്റ്റാണ്. ഞാനൊരു പിക്കിളിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ? നല്ല പോലെ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ഇത് പൊഴിഞ്ഞ് വീഴുകയും ചെയ്യും. ചാമ്പയുടെ തന്നെ വേറൊരു ചെടിയാണ്. ഇതും കൃഷിഭവനിൽ നിന്നാണ് കേട്ടോ. ഇപ്പം നമ്മുടെ പറമ്പിലെ മിക്ക സാധനങ്ങളും കൃഷിഭവനിൽ നിന്നാണ്. അല്ലാതെയും ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ റെഡ് റംബൂട്ടാൻ്റെ ചെടിയാണ്. ഇതിലും ധാരാളം പൂത്ത് ചെറിയ കായായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ചെറിയ ഇതായിട്ട് പിടിച്ചു വരുന്നുണ്ട്. ഇത് രണ്ടും നല്ലതുപോലെ വലുതായി നല്ല പഴുത്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. റെഡ് നിറയെ കൊലയായിട്ട് കിടക്കും. അതുപോലെ തന്നെ മഞ്ഞ ഉണ്ടാവില്ല, അതും അതുപോലെ തന്നെ. പക്ഷെ പറിക്കാൻ ഇച്ചിരി പാടാ, കിളിയൊക്കെ തിന്നുകൊണ്ട് പോകും. വീടിൻ്റെ സൈഡിലൊക്കെ നിറയെ ചെടിച്ചട്ടികളിലാണ്
പച്ചക്കറികളൊക്കെ നട്ട് വളർത്തിയിരിക്കുന്നത്. ഇത് തക്കാളി, പിന്നെ വെണ്ടയ്ക്ക, പച്ചമുളക്, വഴുതന അങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതലും വെച്ചിരിക്കുന്നത്. പച്ചമുളകൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. തക്കാളിയും അതെ, വെണ്ടയ്ക്കയും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള വെണ്ടയ്ക്കയൊക്കെ കിട്ടാറുണ്ട്. അപ്പം നമ്മളിപ്പം പ്രത്യേകിച്ചും പുറത്തുനിന്ന് അങ്ങനെ പച്ചക്കറി ഇത് വെണ്ടയ്ക്ക, തക്കാളി, പച്ചമുളകൊന്നും വാങ്ങിക്കാറില്ല. ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുന്നതാണ് എടുക്കുന്നത്. ഇത് നമ്മൾ പന്തലൊക്കെ ഇട്ട് കൊടുത്തത് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. അവിടെ അതിൽ തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രമ്മിനകത്താണ് ചെടി നട്ടിരിക്കുന്നത്. കോവലും പാവലും നട്ടിട്ടുണ്ട്. കണ്ടോ, കോവയ്ക്ക ഉണ്ടായി കിട്ടുന്നുണ്ട്. പാവയ്ക്ക ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്ലാസ്റ്റിക് കവറിട്ട് വെച്ചിരിക്കുകയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രാണിയൊക്കെ ശല്യപ്പെടുത്തി അത് നശിപ്പിച്ച് കളയും. പക്ഷേ ഒരു കാര്യം ശരിയാണ്, അതായത് നമ്മൾ താഴെ നട്ടുന്ന, അതായത് മണ്ണിൽ നടുമ്പോൾ ഉണ്ടാവുന്ന അത്രയും ഇത് നമ്മൾ ഡ്രമ്മിലൊന്നും നട്ടാലുണ്ടാകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് താഴെ നടുമ്പോൾ ധാരാളമായിട്ട് കോവയ്ക്ക ഉണ്ടായിരുന്നു. അതന്ന് ചെറിയ ഇങ്ങനെ ഇതേപോലെ ഒന്നും പന്തലിട്ട് കൊടുത്തിട്ടില്ല, എന്നിട്ട് പോലും ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഡ്രമ്മിൽ വെച്ചിട്ട് ഈ പന്തലൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഉണ്ടാവുന്ന അത് കായ്ക്കുന്നത് കുറവാണ്. നമ്മളിവിടെ ജൈവവളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല. നമുക്ക് ഉപയോഗിക്കാനുള്ള പച്ചക്കറി ആയതുകൊണ്ട് നമ്മൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. തന്നെയുമല്ല, കീടനാശിനികളും ഒക്കെ ജൈവ കീടനാശിനി തന്നെയാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇവിടെ ഈ വഴുതനയിലൊക്കെ ഫംഗസ് പിടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് ചെടിയെ തന്നെ നശിപ്പിച്ച് കളയും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ വളപ്രയോഗം വേണം. അതുപോലെ കീടനാശിനിക്ക് ഇതെല്ലാം സ്പ്രേ ചെയ്തും കൊടുക്കണം. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് നല്ലതുപോലെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇവിടെ അത്ര കൃത്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. കറ്റാർ വാഴ ഇഷ്ടംപോലെ ഉണ്ട്. മുമ്പ് ഞാൻ ഈ കറ്റാർ വാഴയൊക്കെ എടുത്ത് തലയിൽ തേക്കുകയും പിന്നെ അതിൻ്റെ ജ്യൂസ് എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പം അതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുണ്ടായി കഴിഞ്ഞ് ചെടിയെ ഓരോ കീടങ്ങളൊക്കെ ആക്രമിച്ച് കഴിയുമ്പോൾ ആ ചെടി പറിച്ച് കളഞ്ഞിട്ട് പുതിയ ചെടി അവിടെ വെച്ച് കൊടുക്കും. അതാണ് സാധാരണ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലേറ്റസ്റ്റ് കൃഷി വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടേക്കൂ. കൃഷിയെക്കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മറക്കണ്ട കേട്ടോ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ പിന്നെ വിട്ടുകളയാം, അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ബൈ.